നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഒരു സ്ഥിരമായ ജീവിതത്തിനായല്ല. ഒരു ദിവസം ഒരിക്കൽ ഈ ജീവിതം അവസാനിക്കും. അള്ളാഹു പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഓരോ ആത്മാവും മരണത്തെ രുചിക്കും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ശ്വാസം ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ, സുഹൃത്തുക്കൾ, സോഷ്യൽ മീഡിയ എല്ലാം ഇവിടെ തന്നെ. നമ്മൾ ഒറ്റയ്ക്ക് ഖബറിലേക്ക്. അള്ളാഹു സൂറത്ത് അൽ സൽസലയിൽ പറയുന്നു, ഒരു പൊടിക്കണക്കിന് തുല്യമായ നന്മ ചെയ്താലും അത് കാണും, ഒരു പൊടിക്കണക്കിന് തുല്യമായ ദോഷം ചെയ്താലും അത് കാണും. ചെറിയ പാപം എന്ന് ഒന്നില്ല. ഇത് ആരും കാണില്ല എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു. കാരണം അള്ളാഹു പറയുന്നു, നിങ്ങളുടെ മേൽ രേഖപ്പെടുത്തുന്ന ദൂതന്മാർ ഉണ്ട്, അവർ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നു. ഇപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളും ഒരിക്കൽ തുറന്നു കാണിക്കും. ഖിയാമത്ത് നാളിൽ നമ്മുടെ കൈകളും കാലുകളും സാക്ഷ്യം പറയും. അള്ളാഹു പറയുന്നു സൂറത്ത് യാസീനിൽ, ഇന്ന് ഞങ്ങൾ അവരുടെ വായകൾ മുദ്രവയ്ക്കും, അവരുടെ കൈകൾ ഞങ്ങളോട് സംസാരിക്കും, അവരുടെ കാലുകൾ അവർ ചെയ്തതിനെക്കുറിച്ച് സാക്ഷ്യം പറയും. ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ സ്വന്തം ശരീരം തന്നെ നമുക്കെതിരെ സാക്ഷ്യം പറയും ഒരു ദിവസം. ഈ ആയത്തുകൾ കേൾക്കുമ്പോൾ ഹൃദയം നടുങ്ങും. പക്ഷേ ഇതൊരു ഭയപ്പെടുത്തൽ മാത്രമല്ല, ഇതൊരു മുന്നറിയിപ്പ്, ഇതൊരു അവസരം. അള്ളാഹു പറയുന്നു, എൻ്റെ ദാസന്മാരെ, നിങ്ങളെതിരായി അതിക്രമിച്ചവരായാലും അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്ന് നിരാശരാകരുത്. അള്ളാഹു എല്ലാ പാപങ്ങളും മാപ്പ് നൽകും. അതെ, നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, പാപങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴും സമയം ഉണ്ട്. നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അവസരം ഇപ്പോഴും ഉണ്ട്. ഒരു സജദ, ഒരു സത്യമായ തൗബ, ഒരു മാറ്റം. ചിന്തിച്ചു നോക്കൂ, ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ അള്ളാഹുവിനോട് സത്യമായി പറഞ്ഞാൽ, യാ അല്ലാഹ്, ഞാൻ മാറണം. അള്ളാഹു നമ്മുടെ അടുത്താണ്. ഈ ലോകം താൽക്കാലികമാണ്, ആഖിറത്ത് ശാശ്വതമാണ്. അതിനാൽ ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം തുടങ്ങാം. ഒരു നമസ്കാരം പോലും വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കാം. ഒരു പാപം എങ്കിലും നിർത്തിക്കളയാം. ഒരു നല്ല പ്രവൃത്തി തുടങ്ങാം. കാരണം ഒരു പൊടിക്കണക്കിന് തുല്യമായ നന്മ പോലും നമ്മളെ ജന്നത്തിലേക്ക് നയിക്കാം. അല്ലാഹു നമ്മെ ശരിയായ വഴിയിൽ നിലനിർത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇസ്ലാമിക അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.